Good morning to all. Good morning, ma'am. Yeah, morning. Okay. How are you all? Fine. Fine. Okay. Yeah. So, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കോഴ്സ് കംപ്ലീറ്റ് ആവാറായല്ലോ. ഓക്കെ. എല്ലാവരും എന്താണ് പഠിച്ചു കഴിഞ്ഞു? എങ്ങനെ ഉണ്ടായിരുന്നു? പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയോ എല്ലാവരുടെയും? ഇല്ല മാം, പഠിച്ചു തീർന്നിട്ടൊന്നുമില്ല. പഠിച്ചു തീർന്നിട്ടില്ല. ഓക്കെ. ഓക്കെ. ദെൻ പിന്നെന്താണ്, ഞാൻ ഇടയ്ക്ക് വെച്ച് കയറിയതുകൊണ്ട് എന്റെ പോർഷൻസ് ഒന്നും കംപ്ലീറ്റ് ആയില്ല കേട്ടോ. കുറെ നോട്ട്സ് തരാനുണ്ട്, പക്ഷേ ഒന്നും നടന്നില്ല, കംപ്ലീറ്റ് ആയില്ല ഒന്നും. ഓക്കെ. ഇനിയിപ്പോ മേ ബി നെക്സ്റ്റ് ഫ്രൈഡേ കൂടെ ക്ലാസ് ഉണ്ടാവുള്ളൂ. സോ അതുവരെ നമുക്ക് നോട്ട്സ് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ മാം. യാ. ഓക്കെ. സോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്രഷൻസ് ആണ് അല്ലെ കണ്ടിന്യൂ ചെയ്തത്. എഴുതിക്കൊണ്ടിരുന്ന എക്സ്പ്രഷൻസ് ആണ്. എവിടെ വരെ എഴുതി? വാട്ട് വുഡ് യു ലൈക്ക് ടു ഓർ നീഡിന്റെ വരെ എഴുതി. എഴുതി. വാട്ട് വുഡ് യു ലൈക്ക് ടു എഴുതിയോ? യൂസ്ഡ് ടു, നീഡിന്റ് അവിടെ വരെയാണ് എഴുതിയത്. വുഡ് അതൊക്കെ. Would you mind if I അല്ലേ? യെസ് മാം. ഓക്കെ. കണ്ടിന്യൂ ചെയ്യാട്ടോ, നമുക്ക് എഴുതിക്കോളൂ. നെക്സ്റ്റ്, വാട്ട് വുഡ് യു ലൈക്ക് ടു? What would you like to? What would you like to എന്ന് ചോദിക്കുമ്പോ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നൊരു മീനിങ്ങിലാണ് വരാ. എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് എന്താണെങ്കിലും അവിടെ ആഡ് ചെയ്യാം കേട്ടോ. What would you like to have? എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ what would you like to read? നീ എന്താണ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്? Then what would you like to study? ഓക്കെ. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് what would you like to ചോദിക്കാം. എന്താണ് നമുക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്താണോ, അപ്പോ ഞാൻ പറഞ്ഞ പോലെ എന്താണ് കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? അപ്പൊ വായിക്കുക, കഴിക്കുക എന്നൊരു ആ ഒരു വേർഡ് മാത്രം അവിടെ ആഡ് ചെയ്യേണ്ടുള്ളൂ. ഓക്കെ. അപ്പോ നമുക്ക് എന്താണെങ്കിലും അവിടെ ചോദിക്കാലോ. വാട്ട് വുഡ് യു ലൈക്ക് ടു സ്റ്റഡി? വാട്ട് വുഡ് യു ലൈക്ക് ടു ഗോ? വാട്ട് വുഡ് യു ഇല്ല. അപ്പോ ക്വസ്റ്റ്യൻ വേർഡ് വേണമെങ്കിൽ മാറ്റാണ്ട്. അപ്പൊ നിങ്ങൾക്ക് എവിടെ പോകാനാണ് ഇഷ്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ വേർ വുഡ് യു ലൈക്ക് ടു ഗോ ചോദിക്കണം. വേറെ ചേർക്കേണ്ടി വരും. അപ്പൊ എവിടെയാന്നുള്ള മീനിങ് വരുമല്ലോ. എന്താണ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഓക്കെ, വാട്ട് വുഡ് യു ലൈക്ക് ടു ചോദിക്കാം. ഓക്കെ. എന്താണ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത്? നീ എന്താണ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്? എന്താണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? എന്നൊക്കെയാണെങ്കിൽ നമുക്ക് അവിടെ വാട്ട്, ആ ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് വെച്ച് ചോദിക്കാവുന്നതാണ്. Okay, so കുറച്ച് എക്സാമ്പിൾ ചെയ്താ, what would you like to have? Then what would you like to read? What would you like to study? Okay. Clear അല്ലേ? Is it clear or not? No. Response ഒന്നുമില്ല. Very good. Next one ഏതാ? What if? What if? അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഓക്കെ. അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? What if? ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ what if I resign? ഞാൻ റിസൈൻ ചെയ്താൽ ഇപ്പൊ എന്താ സംഭവിക്കുക? What if I resign? What if I resign? ഞാൻ റിസൈൻ ചെയ്താൽ എന്താ സംഭവിക്കുക? Then what if she comes to what if she comes here tomorrow? അവിടെ നാളെ വന്നാൽ എന്താ സംഭവിക്കുക? Okay, what if she
comes here tomorrow? What if she comes here tomorrow? What if I forget? Yes, what if I forget ചോദിക്കാം. ഞാനിപ്പോ മാറുന്നത് സംഭവിക്കാം. Yeah, what if I forget? Then next എന്താ? What if he do that? അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? What if he do that? Then what if I go there? ഞാൻ ഇവിടെ പോയാൽ എന്താ സംഭവിക്കുക? What if I go there? Okay. Then what if I speak with him? What if I speak with him? ഞാൻ ഇവിടെ സംസാരിച്ചിട്ട് എന്താ സംഭവിക്കുക? Then what if they stay in a hotel? What if they stay in a hotel? അവര് ഹോട്ടലിൽ താമസിച്ചാൽ എന്താ സംഭവിക്കുക? ഓക്കെ. അപ്പോ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതാണ്, പറയാവുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, എക്സ്പ്രഷൻ മാത്രം എഴുതിയിട്ട് കാര്യമില്ല കേട്ടോ, കുറച്ച് എക്സാമ്പിൾസ് കൂടെ എഴുതിയാലാണ് നിങ്ങൾക്ക് പിന്നീട് നോട്ട്ബുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, അതിന്റെ മീനിങ് കൂടെ എഴുതി വെക്കണേ, മലയാളം മീനിങ് കൂടെ എഴുതി വെക്കാം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ഹാഡ് ബെറ്റർ ആണേ. ഹാഡ് ബെറ്റർ. സബ്ജക്ട് പ്ലസ് ഹാഡ് ബെറ്റർ പ്ലസ് V1 ആണ് വരാം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊരു മീനിങ് ആണ്. You had better inform the chairman. ഈ ചെയർമാൻ ഇൻഫോം ചെയ്യുന്നതായിരിക്കും നല്ലത്. You had better inform the chairman. Then you had better resign. റിസൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. Then she had better continue the studies. She had better continue the studies. Studies continue ചെയ്യുന്നതായിരിക്കും നല്ലത്. റിസൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. നീ അവരോട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. You had better speak with him. നീ അവരുമായി സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഈ രീതിയിലൊക്കെ ഈ എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഹാഡ് ബെറ്റർ എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. Next one ഏതാ? Going to. Subject plus is am plus going to plus V1. Subject plus is am plus going to plus V1. Going to. അങ്ങനെ ചെയ്യാൻ പോകുന്നു. ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുകയാണെന്ന് പറയില്ലേ, ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാണ്, ഞാൻ അവിടെ പോവാണ്, ഞാൻ അവിടെ പോകാൻ പോവുകയാണ്. അപ്പോ ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. I'm going to start a new business. അല്ലെങ്കിൽ I'm going to start a business. I'm going to start a business. അപ്പൊ ഇവിടെ സബ്ജക്റ്റിനെ കൂടെ നമ്മൾ ഓക്സിലറി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ I'm going to start a business. I'm going to start a business. I'm going to watch a movie. We are going to watch a movie. Then we are going to inform the chairman. Then my father is going to buy a new car. My father is going to buy a new car. Then she's going to leave from here. She's going to leave from here. Then my father is going to buy a new car. We are going to inform the chairman. We are going to inform the chairman. Okay.
ക്ലിയർ? എക്സാംസ് ക്ലിയർ ആണോ? സ്പീഡ് കൂടിയോ? ഏതെങ്കിലും കിട്ടാതെങ്കിൽ ചോദിക്കൂ, ഞാൻ പറയാം. സ്പീഡ് കൂടുന്നുണ്ട്. ഓക്കെ. Then we are going to watch a movie. ഒന്ന് പറയാവോ? Means yeah, we are going to. അതാണ് ഉദ്ദേശിച്ചത്. എക്സാമ്പിൾ ആണോ? ആണെങ്കിൽ we are going to watch a movie എഴുതിക്കോളൂ. We are going to watch a movie. Then they are going to inform the chairman. They are going to inform the chairman. We are going to watch a movie. Okay, clear? Yes. Okay, then it's time to plus V1. Next expression on it. It's time to plus V1. It's time to plus V1. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള സമയമായി എന്നാ പറയുന്നത് കേട്ടോ. നമുക്ക് ഇപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയി. It's time to wind up this class എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനുള്ള ടൈം ആയി എന്നൊരു മീനിങ്ങിലാണ്. It's time to wind up today's class. So അങ്ങനെയും പറയും. It's time to wind up the function. It's time to get up and start the work. Okay, ആ രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാലോ. ഒരുപാട് എക്സാമ്പിൾസ് വെക്കാം, എക്സാമ്പിൾസ് നൽകുകയും ചെയ്യാം ഈ എക്സ്പ്രഷൻ വെച്ചിട്ട്. Then it's time. Yeah, it's time to get up and start the work. അത് പറയാം. Then it's time to wake up. എനിക്കുള്ള സമയമായി. It's time to go to the office. ഓഫീസിൽ പോകാനുള്ള ടൈം ആയി. ഓക്കെ, അപ്പോ it's time to കഴിഞ്ഞിട്ട് യൂസ് ചെയ്യേണ്ട verb V1 ആയിരിക്കണം കേട്ടോ. ഫസ്റ്റ് ഫോം ആയിരിക്കണം, അത് ശ്രദ്ധിക്കാം. ഓക്കെ, then has to വെച്ചിട്ട് ചെയ്യാം കേട്ടോ. has to subject plus has to plus V1. Subject plus has to plus V1 ആണ്. ഇതില് നമ്മള് ഹാസ് യൂസ് ചെയ്യുന്ന ഏതൊക്കെ സബ്ജക്റ്റ് കൂടെയാണെന്ന് അറിയാലോ. സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലെ. നമ്മള് പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നതാണ് ഹാസ്. ഓക്കെ, അപ്പോ സിംഗുലർ സബ്ജക്റ്റ് കൂടെ ആയിരിക്കും നമ്മൾ ഹാസ് യൂസ് ചെയ്യേണ്ടത്. ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്നൊരു മീനിങ്ങിലാണ് വരാട്ടോ. ഇപ്പോ she has to study a lot. അവൾക്ക് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. She has to study a lot. He has to go there. അവരവിടെ പോകേണ്ടതുണ്ട്. മനസ്സിലായോ? ആ ഒരു മീനിങ് ആണ് വരാട്ടോ. He has to go there. Then he has to do that. അവനത് ചെയ്യേണ്ടതുണ്ട്. He has to do his homework. അവന്റെ ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. Okay. She has to study a lot. Then he has to go there. He has to do his homework. Then she has to meet she has to meet her friend. അവളുടെ ഫ്രണ്ടിനെ കാണേണ്ടതുണ്ട്. അപ്പൊ ഉണ്ട് എന്നൊരു മീനിങ് ആണ്. She has to obey the rules. Yes, correct. She has to obey the rules. Correct ആണ്. Yeah. അപ്പോ എക്സ്പ്രഷൻ എന്താന്ന് മനസ്സിലായല്ലോ. ക്ലിയർ? ഇതുപോലെ തന്നെ നമുക്ക് ഹാവ് ടു ചെയ്യാം. ഇതിപ്പോ സിംഗുലർ സബ്ജക്റ്റിനെ കൂടെ നമ്മൾ ഹാസ് ടു യൂസ് ചെയ്തെങ്കിൽ
plural subject വരുമ്പോൾ നമുക്ക് അവിടെ have യൂസ് ചെയ്യണം. Okay, അപ്പോ we have to do that. Yes, ചെയ്യേണ്ടതുണ്ട്. Then they have to go there. അവർക്ക് അവിടെ പോകേണ്ടതുണ്ട്. They have to obey the rules. വേണമെങ്കിൽ പറയാം. Okay, അപ്പോ ഹാസിന് പകരം നമ്മൾ plural subjectനെ കൂടെ നമ്മൾ have യൂസ് ചെയ്യുന്നു. I, you, we, they ഒക്കെ വരുമ്പോൾ നമ്മൾ have ആണ് യൂസ് ചെയ്യുക. I and we മാത്രമല്ല കേട്ടോ. I, you, we, they. ഇത്രയും സബ്ജക്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് have ആണ്. He, she, it ഒക്കെ ആണെങ്കിലാണ് has യൂസ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഹാഡ് ടു പറയാം. പാസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഒരു കഴിഞ്ഞ കാര്യമാണെങ്കിൽ നമുക്ക് ഹാഡ് ടു പറയാലോ. ഇപ്പൊ പറഞ്ഞത് അവനോട് പോകേണ്ടതുണ്ട് എന്നാണ്. അവനോട് പോകേണ്ടതുണ്ടായിരുന്നു എന്നാണെങ്കിൽ എന്ത് പറയണം? ഷി ഹാഡ് ടു ഗോ there. ഷി ഹാഡ് ടു ഗോ there. അവൾക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. ഇറ്റ്സ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മളവിടെ ഹാഡ് യൂസ് ചെയ്യുന്നു. അപ്പൊ ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു. ഹാഡ് ടു എഴുതിക്കോളൂ. മീനിങ് ഏതാ? ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് എഴുതാം. ഹാസ് ടു, ഹാവ് ടു ചെയ്യേണ്ടതുണ്ട് എന്നാണെങ്കിൽ ഇത് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് വരും. കാരണം പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പൊ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇവിടെ സബ്ജക്ട് ഏതാണെങ്കിൽ നമുക്ക് ഹാഡ് ടു യൂസ് ചെയ്യാവുന്നതാണ്. പാസ്റ്റ് ടെൻസ് അല്ലേ? ഇപ്പൊ ഹാഡ് നമുക്ക് ഏത് സബ്ജക്റ്റിനെ കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. We have to go there. We have to obey the rules. They have to discuss it in detail. Then she had to do her homework. Okay, why ഇതിലൊക്കെ നമുക്ക് have to വെച്ച് പറയാം. പാസ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? Yeah, clear. Okay, ഇനി എക്സാമ്പിൾസ് പറയിപ്പിക്കണോ? ഞാൻ പറയിക്കുമ്പോ ഒരുപാട് ടൈം പോകും, നോട്ട്സ് കംപ്ലീറ്റ് ആവില്ല. എന്ത് ചെയ്യണം? നോട്ട്സ് കംപ്ലീറ്റ് ആക്കണോ അല്ലെങ്കിൽ എക്സാമ്പിൾസ് പറയിപ്പിക്കണോ? What's your opinion? Notes are important. Okay. Then നമ്മള് ഇപ്പോ ഹാസ് ടു, ഹാവ് ടു പറഞ്ഞു, പ്രസന്റും പാസ്റ്റും പറഞ്ഞു. ഇനി ഒരു ഫ്യൂച്ചറും കൂടെ വേണ്ടേ? അപ്പോ വിൽ ഹാവ് ടു എഴുതും. വിൽ ഹാവ് ടു. സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ടു പ്ലസ് V1 ആണ് വരാ. സ്ട്രക്ചർ എഴുതിക്കോളൂ. സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ടു പ്ലസ് V1. Subject plus will have to plus V1. അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. You will have to go there. നിങ്ങൾക്ക് അവിടെ പോകേണ്ടതായി വന്നേക്കാം. You will have to go there. Okay. Then they will have to obey the rules. Rules അനുസരിക്കേണ്ടതായി വന്നേക്കാം. Then she will have to meet him. നിങ്ങൾക്ക് അവനെ മീറ്റ് ചെയ്യേണ്ടതായി വന്നേക്കാം. Okay. അപ്പോ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും നമുക്ക് have to, has to, had to ഒക്കെ വെച്ച് പറയാവുന്നതാണ്. എല്ലാത്തിനും മീനിങ് കിട്ടിയല്ലോ? ക്ലിയർ അല്ലേ? സോ ഇനി എക്സാമ്പിൾസ് പറയാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ സിമ്പിൾ ആണ്. പ്രാക്ടീസ് ചെയ്താൽ മാത്രം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാതെ നമുക്കൊരു കാര്യം സംസാരിക്കാൻ പറ്റില്ല. സ്ലോ ആയി പറയാട്ടോ. ഇപ്പോ ഇതിന്റെ എക്സാമ്പിൾ ആണ് വിൽ ഹാവ് ടു ആണെങ്കിൽ യു വിൽ ഹാവ് ടു ഗോ there. ഫോർ എക്സാമ്പിൾ എഴുതുന്നു. യു വിൽ ഹാവ് ടു ഗോ there. നിനക്ക് അവിടെ പോകേണ്ടതായി വന്നേക്കാം. യു വിൽ ഹാവ് ടു ഗോ there. നിനക്ക് അവിടെ പോകേണ്ടതായി വന്നേക്കാം.
then you will have to meet her. നിനക്ക് അവളെ കാണേണ്ടതായി മീറ്റ് ചെയ്യേണ്ടതായി വന്നേക്കാം. You will have to meet her. Then she will have to do her work. She will have to do her work. Okay. Then you will have to work hard. നിനക്ക് hard work ചെയ്യേണ്ടതായി വന്നേക്കാം. You will have to work hard. Okay. ഇനിയിപ്പോ do you have എന്ന് പറഞ്ഞു നെഗറ്റീവ് വേണ്ടേ? നെഗറ്റീവ് എന്താ പറയുക? നെഗറ്റീവ് എന്താ? will not അല്ലെങ്കിൽ നമുക്ക് won't പറയാം. You won't have to work hard. നിനക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നതായി വന്നേക്കില്ല. You won't have to work hard. You won't ആണ്. will not willന്റെ നെഗറ്റീവ് won't ആണ്. will not ഷോർട്ട് ആക്കിയിട്ടാണ് won't പറയുക. Okay. cannot ഷോർട്ട് ആക്കി can't പറയില്ല. അതുപോലെ തന്നെ will not ഷോർട്ട് ആക്കി won't പറയുന്നു. You won't have to work hard. Next ഏതാ? seems to. Subject plus seem or seems to. Subject plus seem or seems to plus V1. സബ്ജക്റ്റിനെ ബേസ് ചെയ്തിരിക്കും സീം ആണോ സീംസ് ആണോ വരാനും. ഓക്കെ. സിംഗിൾ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ സീംസും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ സീമും ആണ് യൂസ് ചെയ്യാം. അതായത് ഒരാളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ ചെയ്യാന്നാണ് തോന്നുന്നത്. ഇപ്പോ he seems to accept that proposal. അവന്റെ സ്വഭാവം അനുസരിച്ച് അവന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാനാണ് ചാൻസ് നമ്മൾ പറയുന്നത്. ആ ഒരു മീനിങ് ആണ് വരുന്നത്. He seems to accept that proposal. He seems to accept that proposal. അതായത് he ആയതുകൊണ്ടാണ് നമ്മൾ seems യൂസ് ചെയ്തത് കേട്ടോ. ഇനി അവിടെ നമുക്ക് they ആണെങ്കിൽ നമ്മളിവിടെ എന്താ seem ആണ് യൂസ് ചെയ്യാം. They seem to come here. അവരിവിടെ വരാനാണ് ചാൻസ്. എനിക്ക് തോന്നുന്നത് അവരിവിടെ വരാനാണ് ചാൻസ്. ഓക്കെ. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ സീംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. he seems to yeah, she seems to complete the work. തോന്നുന്നു അവള് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. അപ്പൊ ആ രീതിയിലാണ് ഈ സീം എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുക. She seems to stay in the apartment. Yeah, okay. She seems to stay in that apartment. Okay, correct ആണ്. അപ്പൊ ഇതേപോലെ എക്സാമ്പിൾസ് നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ എക്സ്പ്രഷൻ പഠിക്കാൻ പറ്റൂ കേട്ടോ. ക്ലാസ്സിൽ കേട്ടു ഓക്കെ മീൻസ് ചെയ്ത് എനിക്ക് മനസ്സിലായി എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ദാറ്റ് ടൈം നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ. പഠിപ്പിക്കേണ്ടത് എന്റെ കടമയാണ്, പറഞ്ഞു തരേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് മാക്സിമം നിങ്ങളുടെ ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂ. ഇത്രയും സിമ്പിൾ ആയിട്ടൊരു ഞാൻ എങ്ങനെയാ പറയാ അല്ലെ, ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അതിൽ ഗ്രാമറോ ഒന്നും നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എക്സ്പ്രഷൻ തന്നെ ധാരാളം. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക.
Okay. Then able to. Subject plus able to plus V1. Subject plus able to plus V1. I'm able to speak English. ചെയ്യാൻ ഒരു കഴിവാണ് കേട്ടോ പറയാ. Able means ഒരു ability ആണ്. Ability പറയാം. I'm able to speak English. I'm able to bring him up. അല്ലെങ്കിൽ we are able to look after our parents. നമ്മുടെ പാരന്റ്സിനെ നോക്കാൻ കഴിവുണ്ട് ഒരു മീനിങ്ങിലാണ്. We are able to look after my parents. He able to be able to look after our parents. She is able to do that work. Yeah, correct. She is able to do that work. Correct, Anna. Has or how plus subject plus ever plus V3. Okay, അടുത്തൊരു ഏബിളിന്റെ മീനിങ് കഴിവാണ്, ചെയ്യാൻ കഴിവുള്ള ഒരു അങ്ങനെ ഒരു മീനിങ് ആണ് കേട്ടോ. ചെയ്യാൻ കഴിവ്, ചെയ്യാനുള്ള കഴിവ്. ഓക്സിലറീസ് യൂസ് ചെയ്യണം. ഓക്സിലറീസ് യൂസ് ചെയ്യണം കേട്ടോ. സബ്ജക്ട് പ്ലസ് ഓക്സിലറീസ് വരും. Subject plus auxiliary plus able to plus V1. I'm able to, we are able to, they are able to, she is able to. Anyway. Then moving on, the next expression is has have you ever, has you ever, has he ever എന്നൊക്കെ പറയുന്നത് ആ ഒരു ഇതാണ്. അപ്പൊ has or have plus subject plus ever plus V3. എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ വരാട്ടോ. അത് ക്വസ്റ്റ്യൻ ആണ് വരാ. എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? Have you ever talked to him? നീ അവനോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? Have you ever talked to him? നീ അവനോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? Then have you ever read this book? ഈ ബുക്ക് നീ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? Has വെച്ചാണെങ്കിൽ has he ever helped you? അവൻ നിന്നെ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? Has he ever helped you? അപ്പൊ യൂസ് ചെയ്യേണ്ട വെർബ് തേർഡ് ഫോം ആയിരിക്കണം. Have you ever talked to him? Have you ever read this book? Then has he ever helped you? Okay, clear? Clear ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും എക്സ്പ്രഷൻ വെച്ചിട്ട് ഒന്നുകൂടി പറയാം. എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് കിട്ടാത്തത്. എക്സാമ്പിൾസ് ആണ് കിട്ടാത്തെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്യാം. Have you ever talked to him? Have you ever read this book?
Has he ever helped you? Has she ever come here? Okay. Next expression is how long plus has to have plus subject plus being plus verb plus ing. എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു? എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു? How long has she been studying here? How long has he been working with you? Okay. എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നാണ് ആ എക്സ്പ്രഷന്റെ മീനിങ് വരാം. Next, it's time plus V2. It's time plus subject plus V2. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊരു മീനിങ് ആണ് വരാം. സമയം അതിക്രമിച്ചിരിക്കുന്നു. It's time you give up smoking. Next is it's time you give up smoking. It's time you give up smoking. Then it's time she informed us. It's time she informed us.
Okay, next. Subject plus may have plus V3. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. I may have seen her. She may have come here. They may have go there. അവരവിടെ പോയിട്ടുണ്ടാകാം, അവള് ഇവിടെ വന്നിട്ടുണ്ടാകാം, ഞാൻ അവളെ കണ്ടിട്ടുണ്ടാകാം. ചാൻസ് കുറവാണ് കേട്ടോ, അമ്മയെ പറയുമ്പോൾ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് മൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോ നമുക്ക് മേ പറയുന്ന പോലെ തന്നെ മൈറ്റ് യൂസ് ചെയ്യാം. മേ ഹാവ്, മൈറ്റ് ഹാവ്, അതുപോലെ തന്നെ മസ്റ്റ് ഹാവ്, ഇതെല്ലാം നമ്മുടെ മൊഡാലാണ്. ഷുഡ് ഹാവ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാൻസ് കൂടുതലാണ്, ഷർട്ട് കൂടുതലാണ്. അപ്പൊ മേ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമുക്ക് മൈറ്റ് യൂസ് ചെയ്യുമ്പോൾ. മൈറ്റ് മെയിനേക്കാളും കുറച്ചുകൂടെ കുറവാണ്. ഇപ്പോ ഞാൻ അവളെ കണ്ടിട്ടുണ്ടാകാം. അപ്പോ നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടാവും. 50% ചാൻസ് അല്ലെങ്കിൽ 60% ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ യൂസേജ് മാറ്റാം. ഓക്കെ, ഇപ്പോ ഷുവർ ആണ്, അത്രക്ക് ഷുവർ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മസ്റ്റ് യൂസ് ചെയ്യാം. മനസ്സിലായോ? മസ്റ്റ് ഒക്കെ കറക്റ്റ് അത്രയും ഷുവർ ആണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഷീ മസ്റ്റ് ഹാവ് സീൻ ഹിം, അവൾ അവനെ കണ്ടിട്ടുണ്ടാകും. മസ്റ്റ്, ഷീ മസ്റ്റ് ഹാവ് സീൻ ഹിം, കണ്ടിട്ടുണ്ടാകും. അവനെ കണ്ടിട്ടുണ്ടാകാം. 50% ചാൻസ് എങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? മേ യൂസ് ചെയ്യാം. ഷീ മേ ഹാവ് സീൻ ഹിം, അവനെ കണ്ടിട്ടുണ്ടാകാം. അതിന് ചാൻസ് കുറവാണെങ്കിൽ ഷീ മൈറ്റ് ഹാവ് സീൻ ഹിം, അതിലും കുറച്ച് ചാൻസ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ മൊഡാലും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മസ്റ്റ് ആണെങ്കിൽ ഷുവർ ആണ് കേട്ടോ, മസ്റ്റ് ഉണ്ടാകും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ മെയിൻ മൈറ്റ് മസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ ഈ ഒരു കാര്യം ചെയ്യൂ. ഇത്രയും ക്ലാസ് കേട്ടിരുന്നില്ലേ? ഒരു കുറച്ചധികം എക്സ്പ്രഷൻ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് മേക്ക് എക്സാമ്പിൾസ്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് മേക്ക് ചെയ്ത് എല്ലാവരും. എക്സാമ്പിൾസ് പറയൂ. ഏത് യൂസ് ചെയ്താൽ മൈറ്റ് യൂസ് ചെയ്താണോ? എല്ലാരും ഇപ്പൊ നമ്മള് പറഞ്ഞ എക്സ്പ്രഷൻസ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് മേക്ക് ചെയ്യും. ഏതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. What if I didn't come? No? What if വെച്ച് പറയാം. What if I didn't come? What if? I didn't come. What if I didn't come? Yeah. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതെ അതെ. Yeah. Okay. What would you like to eat? Yeah, correct. Then It's time to have our lunch. it's time to Have our lunch.
ക്ലിയർ ആയില്ല. It's time to have our lunch. Okay, okay. It's time to have your lunch. Okay. Now she is able to make a cook. Okay. But if I say no? Okay. But if I don't do? I don't do. I don't do. ഞാൻ ചെയ്തില്ലെങ്കിൽ എന്നാണെങ്കിൽ don't do. Okay, പറയാം, കുഴപ്പമില്ല. It's time to park. Means it's time to park എന്ന് പറയുമ്പോൾ ഷുഫിന എന്താ ഉദ്ദേശിച്ചത്? Okay, okay. Then examples പറയൂ. She is able to take away business. Yeah. Okay, okay. She's able to take it. Okay. Then it's time to do your homework. Yeah, correct. We had better rest. We had better take rest. Okay. How long have you been staying Rest. here? No? Sorry? How long have you been staying here? Yeah, How yeah, long have you correct. stayed here? Staying here. Yeah, correct. Then we had better be on time. Okay. Yeah. Another expression is good. Do you have the habit of plus verb ing? അങ്ങനെ ഒരു ശീലം ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് കേട്ടോ. അങ്ങനെ ഒരു ശീലം ഉണ്ടോ? Do you have the habit of drinking? Like drinks അടിക്കുന്ന ശീലം ഉണ്ടോ? Then do you have the habit of getting up early? Like നേരത്തെ ഇരിക്കുന്ന ശീലം ഉണ്ടോ? Okay. Do you have the habit of getting up early? Like waking up early? Okay. Next up. Do you have the habit of smoking? Smoking habit ഉണ്ടോ? അങ്ങനെ ഒരു ശീലം ഉണ്ടോ എന്നാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ എന്താണ് ചോദിക്കാൻ? Do you have the habit of reading? എന്നൊക്കെ വായിക്കുന്ന ഒരു ശീലം ഉണ്ടോ? Do you have the habit of traveling? Okay. ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. Yeah, do you have the habit of reading? Yeah, correct. Next ഏതാ? Subject plus should have plus V3. Should have അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. You should have gone there. നീ അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. You should have gone there. അല്ലെങ്കിൽ നീ അവിടെ പോകണമായിരുന്നു എന്നൊക്കെ പറയാം. നീ അവിടെ പോകണമായിരുന്നു, നീ ഇത് ചെയ്യണമായിരുന്നു, നീ അവിടെ ഇൻവൈറ്റ് ചെയ്യണമായിരുന്നു. You should have invited her. നീ അവിടെ ഇൻവൈറ്റ് ചെയ്യേണ്ടതായിരുന്നു. Okay, should means നമ്മൾ വേണം എന്നൊക്കെ പറയും. You should do that. നീ അത് ചെയ്യണം എന്നല്ലേ പറയാം.
അപ്പോ ചെയ്യേണ്ടതായിരുന്നു എന്നാണെങ്കിൽ you should have do that. ചെയ്യേണ്ടതായിരുന്നു. They should have taken more care. കുറച്ചുകൂടെ കെയർ എടുക്കേണ്ട ആവശ്യമായിരുന്നു. അത് കുറച്ചുകൂടെ കെയർ എടുക്കേണ്ടതായിരുന്നു. ഓക്കെ. They should have taken more care. You should have gone there. He should have invited her. ഇതിന്റെയൊക്കെ നമുക്ക് നെഗറ്റീവ് പറയാം കേട്ടോ. ഷുഡ് ഹാവ് നെഗറ്റീവ്, ഷുഡിന്റെ ഹാവ് പറയാം. നിങ്ങൾക്ക് അത് ചെയ്യേണ്ടതായിരുന്നില്ല, നീ അത് ചെയ്യേണ്ടിയിരുന്നില്ല. യു ഷുഡിന്റ് ഹാവ് ഗോൺ ദെയർ. നീ അവിടെ പോകേണ്ടതായിരുന്നില്ല, നിങ്ങൾ പോകണമായിരുന്നില്ല എന്നൊക്കെ പറയുന്നത്. പോകേണ്ടതില്ലായിരുന്നു, നീ അവരെ ക്ഷണിക്കേണ്ടതില്ലായിരുന്നു. യു ഷുഡിന്റ് ഹാവ് ഇൻവൈറ്റ് ഹർ എന്നൊക്കെ പറയാം. അപ്പൊ നെഗറ്റീവ് പറയാതെ തന്നെ നെഗറ്റീവ് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ. Should plus subject plus keyword. ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷുഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു കടമയെ കുറിച്ച് ചോദിക്കുന്നത് ആ രീതി ചോദിക്കും. ഇപ്പോൾ should I come tomorrow? നാളെ വരട്ടെ, വന്നോട്ടെ. Should I come tomorrow? Should I come tomorrow? Should we inform them? Should they arrange it? Next ഏതാ? Subject plus seem or seems to have plus V3. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. Okay. They seem to have seen us. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. They seem to have understood everything. Understand അല്ല, understood ആണ്. V3 form ആണ്. Sorry, understood, not understand. Okay. He seems to have do that. Okay. Yeah, clear ആണല്ലോ.
ഈ എക്സ്പ്രഷൻസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് പോകും. മീനിങ് എന്ന് പറയുന്നത് സീംസ് ടു ഹാവ് മീനിങ് എന്ന് പറയും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. He seems to have do that. അവനത് ചെയ്തിട്ടുണ്ടാകാം. He seems to have seen us. Seen us ആണ്. They seem to have seen us. അവര് ഞങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ആ ഒരു മീനിങ് ആണ്. കണ്ടിട്ടുണ്ടാകാം, ചെയ്തിട്ടുണ്ടാകാം. യൂസ് ചെയ്യാം. അല്ലാണ്ട് മൈറ്റ്, മസ്റ്റ്, മേ ഇതൊക്കെ യൂസ് ചെയ്യാന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ തരുന്ന ഈ തന്ന നോട്ട്സ് എല്ലാരും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, യൂസ്ഫുൾ ആണ്. പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടോ? പറയൂ, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യും കേട്ടോ. ഈ നെക്സ്റ്റ് ക്ലാസ് ലാസ്റ്റ് ക്ലാസ് ആണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും നാൾ ഇംഗ്ലീഷ് പഠിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം. എല്ലാവരും ഒപ്പീനിയൻ ഒന്ന് പറയണം. ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ച് ഒപ്പീനിയൻ പറയണം. കേട്ടാ കൊള്ളാന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് അല്ലേ, ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. കുറച്ച് നോട്ട്സ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സ് കംപ്ലീറ്റ് ആകും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യാം. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാം. ലാസ്റ്റ് ക്ലാസ് ആണ്. ഇനി എപ്പോഴാണ് നമ്മൾ ഇനി മീറ്റ് ചെയ്യോ ഇല്ലയോ നമുക്കറിയില്ല അല്ലെ. അപ്പോ ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, സോ നമുക്ക് അതിന്റെ പേരാലോ. പിജിക്ക് ഇംഗ്ലീഷ് ഇല്ല കേട്ടോ. ഓക്കെ, പിജിക്ക് ഇംഗ്ലീഷ് ഇല്ല. അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എല്ലാവരും. പിജി ഉണ്ടോ? ഓക്കെ, അപ്പോ എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ സംസാരിക്കാൻ റെഡി ആയിട്ട് വരൂ കേട്ടോ. ഇനി ഞാൻ പറയില്ല, സംസാരിക്കണം എന്ന് ഞാൻ പറയില്ലല്ലോ. ലാസ്റ്റ് ക്ലാസ് ആണ്. സോ സംസാരിക്കാൻ റെഡി ആയിട്ട് വരാം. ചുമ്മാ ഇതിലൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, ഓക്കെ മാം. താങ്ക് യു. ഇറ്റ്സ് ടൈം ടു താങ്ക് യു മാം. class. Okay, താങ്ക് യു മാം. thank you. Thank you. See you on the next class. Bye. ബൈ മാം.